ഹായ്, എല്ലാവർക്കും ബ്ലൂട്ടൂടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ LDC CPOയ്ക്കൊക്കെ നമ്മുടെ മലയാളം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വിപരീത പദം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം കളയാൻ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ വിപരീത പദമാണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, അധമം എന്ന് പറയുന്നതിൻ്റെ വിപരീതം എന്താണ്? അധമം ഉത്തമമാണ്. അപ്പോൾ അധമത്തിൻ്റെ വിപരീതം എന്താണ്? ഉത്തമമാണ്. അപകൃഷ്ടം എന്താണ്? ഉത്കൃഷ്ടമാണ്. അപ്പോൾ അപകൃഷ്ടം ഉത്കൃഷ്ടം. ഹ്രസ്വം എന്താണ്? ദീർഘമാണ്. ഹ്രസ്വത്തിൻ്റെ വിപരീതം എന്താണ്? ദീർഘം. ഖണ്ഡനം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മണ്ഡനമാണ്. അപ്പോൾ ഖണ്ഡനത്തിൻ്റെ വിപരീതം എന്താണ്? മണ്ഡനം. ഗർഹ്യം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അഗർഹ്യമാണ്. അപ്പോൾ ഗർഹ്യത്തിൻ്റെ വിപരീതം എന്താണ്? അഗർഹ്യമാണ്. ഉജ്ജ്വലം എന്താണ് ഓപ്പോസിറ്റ്? അലസമാണ്. അപ്പോൾ ഉജ്ജ്വലത്തിൻ്റെ വിപരീതം എന്താണ്? അലസമാണ്. ഉച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നീചമാണ്. അപ്പോൾ ഉച്ചത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നീചം. ത്യാജ്യം ഗ്രാഹ്യമാണ്. ത്യാജ്യത്തിൻ്റെ വിപരീതം എന്താണ്? ഗ്രാഹ്യം. ഏകാഗ്രത അതിൻ്റെ വിപരീതം എന്താണ്? വ്യഗ്രതയാണ്. അപ്പോൾ ഏകാഗ്രതയുടെ വിപരീതം എന്താണ്? വ്യഗ്രത. നിന്ദയുടെ വിപരീതം സ്തുതിയാണ്. അപ്പോൾ നിന്ദയുടെ വിപരീതം എന്താണ്? സ്തുതിയാണ്. സൂക്ഷ്മത്തിൻ്റെ വിപരീതം സ്ഥൂലമാണ്. അപ്പോൾ സൂക്ഷ്മത്തിൻ്റെ വിപരീതം എന്താണ്? സ്ഥൂലമാണ്. ശീതളത്തിൻ്റെ വിപരീതം ഊഷ്മളമാണ്. അപ്പോൾ ശീതളത്തിൻ്റെ വിപരീത പദം എന്താണ്? ഊഷ്മളമാണ്. ശാശ്വതത്തിൻ്റെ വിപരീതം നശ്വരമാണ്. അപ്പോൾ ശാശ്വതം എന്താണ്? നശ്വരം. നേട്ടത്തിൻ്റെ വിപരീതം എന്താണ്? കോട്ടമാണ്. അപ്പോൾ നേട്ടം കോട്ടം. കൃതജ്ഞത എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കൃതജ്ഞത. ഈഹം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പരമാണ്. അപ്പോൾ ഈഹത്തിൻ്റെ ഓപ്പോസിറ്റ് പരം. ഐഹികം പാരത്രികം. ഐഹികത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പാരത്രികമാണ്. ഉത്തമം അധമമാണ്. അപ്പോൾ അധമത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉത്തമമാണ്. പ്രത്യക്ഷം പരോക്ഷം. അപ്പോൾ പ്രത്യക്ഷം പരോക്ഷം. ദൃഢം ശിഥിലം. അപ്പോൾ ദൃഢത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശിഥിലം. സചേതനം അചേതനം. അപ്പോൾ സചേതനത്തിൻ്റെ ഓപ്പോസിറ്റ് അചേതനം. പുണ്യം പാപം. അപ്പോൾ പുണ്യത്തിൻ്റെ ഓപ്പോസിറ്റ് പാപം. ദ്രുതം മന്ദം. അപ്പോൾ ദ്രുതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മന്ദമാണ്. മന്ദം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശീഘ്രമാണ്. അപ്പോൾ ദ്രുതത്തിൻ്റെ ഓപ്പോസിറ്റ് മന്ദമാണ്. മന്ദത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശീഘ്രമാണ്. ഉഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ശാന്തമാണ്. ഉഗ്രം ശാന്തം. ഒത്തിരി. അപ്പോൾ ഇത്തിരിയിലെ ഓപ്പോസിറ്റ് ഒത്തിരി. കഠിനം മൃദുവാണ്. അപ്പോൾ കഠിനത്തിൻ്റെ ഓപ്പോസിറ്റ് മൃദു. വക്രം എന്താണ്? ഋജുവാണ്. വക്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഋജു. സാജാത്യം ഓപ്പോസിറ്റ് വൈജാത്യമാണ്. അപ്പോൾ സാജാത്യത്തിൻ്റെ ഓപ്പോസിറ്റ് വൈജാത്യം. ഉൽപ്പതിഷ്ണു യാഥാസ്ഥിതികനാണ്. അപ്പോൾ ഉൽപ്പതിഷ്ണുവിൻ്റെ ഓപ്പോസിറ്റ് യാഥാസ്ഥിതികൻ. ഏകം അനേകമാണ്. ഏകത്തിൻ്റെ ഓപ്പോസിറ്റ് അനേകം. നാനാത്വം ഓപ്പോസിറ്റ് എന്താണ്? ഏകത്വമാണ്. അപ്പോൾ നാനാത്വത്തിൻ്റെ ഓപ്പോസിറ്റ് ഏകത്വമാണ്. നിമ്നം ഓപ്പോസിറ്റ് ഉന്നതമാണ്. അപ്പോൾ നിമ്നത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഉന്നതമാണ്. കുചേലൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കുബേരനാണ്. അപ്പോൾ കുചേലൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കുബേരനാണ്. ശിക്ഷയുടെ ഓപ്പോസിറ്റ് എന്താണ്? രക്ഷയാണ്. അപ്പോൾ ശിക്ഷയുടെ ഓപ്പോസിറ്റ് രക്ഷ. വികാസം എന്താണ് ഓപ്പോസിറ്റ്? സങ്കോചമാണ്. വികാസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സങ്കോചമാണ്. അബദ്ധത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സുബദ്ധം. അബദ്ധം സുബദ്ധം. ഉത്കർഷം അപകർഷം. ഉത്കർഷത്തിൻ്റെ അപകർഷം. ആദി അന്തമാണ്. അപ്പോൾ ആദിയുടെ എന്താണ്? അന്തമാണ്. അഗ്രജൻ അവരജൻ. അപ്പോൾ അഗ്രജൻ്റെ അവരജൻ. സഹകരണം നിസ്സഹകരണം. അപ്പോൾ സഹകരണത്തിൻ്റെ ഓപ്പോസിറ്റ് നിസ്സഹകരണം. സാരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നിസാരമാണ്. അപ്പോൾ സാരത്തിൻ്റെ ഓപ്പോസിറ്റ് നിസാരം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് ഒന്നുകൂടി നോക്കാം. അധമം ഉത്തമം. അപകൃഷ്ടം ഉത്കൃഷ്ടം. ഹ്രസ്വം ദീർഘം. ഖണ്ഡനം മണ്ഡനം. ഗർഹ്യം അഗർഹ്യം. ഉജ്ജ്വലം അലസം. ഉച്ചം നീചം. ത്യാജ്യം ഗ്രാഹ്യം. ഏകാഗ്രത വ്യഗ്രത. നിന്ദ സ്തുതി. സൂക്ഷ്മം സ്ഥൂലം. ശീതളം ഊഷ്മളം. ശാശ്വതം നശ്വരം. നേട്ടം കോട്ടം. കൃതജ്ഞത. ഇഹം പരം. ഐഹികം പാരത്രികം. ഉത്തമം. അധമം പ്രത്യക്ഷം. പരോക്ഷം ദൃഢം. ശിഥിലം സചേതനം. അചേതനം പുണ്യം. പാപം ദ്രുതം. മന്ദം. ശീഘ്രം ഉഗ്രം. ശാന്തം ഇത്തിരി.
ഒത്തിരി കഠിനം, മൃദു വക്രം, ഋജു സാജാത്യം, വൈജാത്യം ഉത്പതിഷ്ണു, യാഥാസ്ഥിതികൻ ഏകം, അനേകം നാനാത്വം, ഏകത്വം നിമ്നം, ഉന്നതം കുചേലം, കുബേരൻ ശിക്ഷ, രക്ഷ വികാസം, സങ്കോചം അബദ്ധം, സുബദ്ധം ഉത്കർഷം, അപകർഷം ആദി, അന്തം അഗ്രജൻ, അവരജൻ സഹകരണം, നിസ്സഹകരണം സാരം, നിസാരം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി സ്പീഡായിട്ട് പോവാം. അധമം ഉത്തമം, അപകൃഷ്ടം ഉത്കൃഷ്ടം, ഹ്രസ്വം ദീർഘം, ഖണ്ഡനം മണ്ഡനം, ഗർഹ്യം അഗർഹ്യം, ഉജ്ജ്വലം അലസം, ഉച്ചം നീചം, ത്യാജ്യം ഗ്രാഹ്യം, ഏകാഗ്രത വ്യഗ്രത, നിന്ദ സ്തുതി, സൂക്ഷ്മം സ്ഥൂലം, ശീതളം ഊഷ്മളം, ശാശ്വതം നശ്വരം, നേട്ടം കോട്ടം, കൃതജ്ഞത ഐഹം പരം, ഐഹികം പാരത്രികം, ഉത്തമം അധമം, പ്രത്യക്ഷം പരോക്ഷം, ദൃഢം ശിഥിലം, സചേതനം അചേതനം, പുണ്യം പാപം, ദ്രുതം മന്ദം ശീഘ്രം, ഉഗ്രം ശാന്തം, ഇത്തിരി ഒത്തിരി, കഠിനം മൃദു, വക്രം ഋജു, സാജാത്യം വൈജാത്യം, ഉൽപതിഷ്ണു യാഥാസ്ഥിതികൻ, ഏകം അനേകം, നാനാത്വം ഏകത്വം, നിമ്നം ഉന്നതം, കുചേലൻ കുബേരൻ, ശിക്ഷ രക്ഷ, വികാസം സങ്കോചം, അബദ്ധം സുബദ്ധം, ഉത്കർഷം അപകർഷം, ആദി അന്തം, അഗ്രജൻ അവരജൻ, സഹകരണം നിസ്സഹകരണം, സാരം നിസാരം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത പാർട്ടാണ് സുകരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുഷ്കരമാണ്. അപ്പോൾ സുകരം ദുഷ്കരം. ആശാസ്യം എന്താണ്? അനാശാസ്യമാണ്. അപ്പോൾ ആശാസ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അനാശാസ്യമാണ്. അല്പം വിപരീതം എന്താണ്? അനൽപമാണ്. അപ്പോൾ അല്പത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അനൽപം. നാസ്തികൻ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആസ്തികനാണ്. അപ്പോൾ നാസ്തികൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ആസ്തികനാണ്. ചരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അചരമാണ്. അപ്പോൾ ചരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അചരമാണ്. വിദ്യയുടെ ഓപ്പോസിറ്റ് എന്താണ്? അവിദ്യയാണ്. അപ്പോൾ വിദ്യയുടെ ഓപ്പോസിറ്റ് എന്താണ്? അവിദ്യയാണ്. ഇണക്കത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പിണക്കമാണ്. അപ്പോൾ ഇണക്കത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പിണക്കമാണ്. അഭിമാനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അപമാനമാണ്. അപ്പോൾ അഭിമാനത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അപമാനമാണ്. അകം എന്താണ്? പുറമാണ്. അപ്പോൾ അകത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പുറമാണ്. അപ്പോൾ അതേപോലെയുള്ള അടുത്തൊരു ഓപ്പോസിറ്റാണ് ആന്തരം. എന്താണ്? ബാഹ്യമാണ്. അപ്പോൾ ആന്തരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബാഹ്യമാണ്. സ്മൃതി എന്താണ്? വിസ്മൃതിയാണ്. അപ്പോൾ സ്മൃതിയുടെ വിപരീത പദം എന്താണ്? വിസ്മൃതി. നന്മയുടെ വിപരീതം തിന്മയാണ്. നന്മ തിന്മ. സ്വകീയം എന്താണ്? പരകീയമാണ്. അപ്പോൾ സ്വകീയത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പരകീയമാണ്. ഗൗരവത്തിൻ്റെ ഓപ്പോസിറ്റ് ലാഘവമാണ്. അപ്പോൾ ഗൗരവത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ലാഘവമാണ്. വൃംഗ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വാച്യമാണ്. അപ്പോൾ വ്യംഗ്യത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? വാച്യമാണ്. വികാസത്തിൻ്റെ ഓപ്പോസിറ്റ് സങ്കോചമാണ്. അപ്പോൾ വികാസത്തിൻ്റെ വിപരീത പദം എന്താണ്? സങ്കോചമാണ്. ആഘാതം അതിൻ്റെ വിപരീതം എന്താണ്? പ്രത്യാഘാതമാണ്. അപ്പോൾ ആഘാതത്തിൻ്റെ വിപരീത പദം എന്താണ്? പ്രത്യാഘാതം. ശാശ്വതത്തിൻ്റെ വിപരീതം നശ്വരമാണ്. അപ്പോൾ ശാശ്വതത്തിൻ്റെ വിപരീതം എന്താണ്? നശ്വരമാണ്. അപ്പോൾ വ്യംഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓപ്പോസിറ്റ് വാച്യമാണ്. വികാസത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സങ്കോചമാണ്. ആഘാതത്തിൻ്റെ വിപരീതം എന്താണ്? പ്രത്യാഘാതമാണ്. ഒരാഘാതം ഉണ്ടായാൽ എന്ത് ചെയ്യും? അതിന് പ്രത്യാഘാതവും സംഭവിക്കുക. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ആഘാതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? പ്രത്യാഘാതമാണ്. ശാശ്വതത്തിൻ്റെ വിപരീതം എന്താണ്? നശ്വരമാണ്. അപ്പോൾ ശാശ്വതത്തിൻ്റെ വിപരീതം എന്താണ്? നശ്വരമാണ്. ആവിർഭവിക്കുക അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? തിരോഭവിക്കുക. അപ്പോൾ ആവിർഭവിക്കുക എന്ന് പറയുന്നതിൻ്റെ വിപരീതം എന്താണ്? തിരോഭവിക്കുക. ഉത്തമത്തിൻ്റെ വിപരീതം അധമമാണ്. അപ്പോൾ ഉത്തമത്തിൻ്റെ വിപരീതം എന്താണ്? അധമമാണ്. സ്വാധീനത്തിൻ്റെ വിപരീതം എന്താണ്? പരാധീനമാണ്. അപ്പോൾ സ്വാധീനത്തിൻ്റെ വിപരീതം എന്താണ്? പരാധീനം. രഹിതത്തിൻ്റെ വിപരീതം എന്താണ്? സഹിതമാണ്. അപ്പോൾ രഹിതത്തിൻ്റെ വിപരീതം എന്താണ്? സഹിതമാണ്. വിയോഗത്തിൻ്റെ വിപരീതം എന്താണ്? സംയോഗമാണ്. അപ്പോൾ വിയോഗത്തിൻ്റെ വിയോഗത്തിൻ്റെ വിപരീതം എന്താണ്? സംയോഗമാണ്. ഉത്കൃഷ്ടം അതിൻ്റെ വിപരീതം എന്താണ്? അപകൃഷ്ടമാണ്. അപ്പോൾ ഉത്കൃഷ്ടത്തിൻ്റെ വിപരീതം എന്താണ്? അപകൃഷ്ടമാണ്. സിമ്പിളായിട്ടുള്ള വിപരീതമാണ് നമ്മൾ ഈ ഒരു പാഠം പറഞ്ഞത്.
അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പോൾ സുഖരത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ദുഷ്കരം. ആശാസ്യം, അനാശാസ്യം. അല്പം, അനൽപം. നാസ്തികൻ, ആസ്തികൻ. ചരം, അചരം. വിദ്യ, അവിദ്യ. എങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇണക്കം, പിണക്കം. അഭിമാനം, അപമാനം. അകം, പുറം. ആന്തരം, ബാഹ്യം. സ്മൃതി, വിസ്മൃതി. നന്മ, തിന്മ. സ്വകീയം, പരകീയം. ഗൗരവം, ലാഘവം. വ്യംഗ്യം, വാച്യം. വികാസം, സങ്കോചം. ആഘാതം, പ്രത്യാഘാതം. ശാശ്വതം, നശ്വരം. ആവിർഭവിക്കുക, തിരോഭവിക്കുക. ഉത്തമം, അധമം. സ്വാധീനം, പരാധീനം. രഹിതം, സഹിതം. വിയോഗം, സംയോഗം. ഉത്കൃഷ്ടം, അപകൃഷ്ടം. അപ്പോൾ ഒന്നുകൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. സുകരം, ദുഷ്കരം. ആശാസ്യം, അനാശാസ്യം. അല്പം, അനൽപം. നാസ്തികൻ, ആസ്തികൻ. ചരം, അചരം. വിദ്യ, അവിദ്യ. ഇണക്കം, പിണക്കം. അഭിമാനം, അപമാനം. അകം, പുറം. ആന്തരം, ബാഹ്യം. സ്മൃതി, വിസ്മൃതി. നന്മ, തിന്മ. സ്വകീയം, പരകീയം. ഗൗരവം, ലാഘവം. വ്യംഗ്യം, വാച്യം. വികാസം, സങ്കോചം. ആഘാതം, പ്രത്യാഘാതം. ശാശ്വതം, നശ്വരം. ആവിർഭവിക്കുക, തിരോഭവിക്കുക. ഉത്തമം, അധമം. സ്വാധീനം, പരാധീനം. രഹിതം, സഹിതം. വിയോഗം, സംയോഗം. ഉത്കൃഷ്ടം, അപകൃഷ്ടം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറഞ്ഞത്. അടുത്ത പാർട്ടാണ് ഉപക്രമം. അതിൻ്റെ വിപരീതം എന്താണ്? ഉപസംഹാരമാണ്. അപ്പോൾ ഉപക്രമം അതിൻ്റെ വിപരീതം എന്താണ്? ഉപസംഹാരമാണ്. ഋജുവിൻ്റെ വിപരീതം എന്താണ്? വക്രമാണ്. അപ്പോൾ ഋജുവിൻ്റെ വിപരീതം എന്താണ്? വക്രമാണ്. ആകർഷണം അതിൻ്റെ വിപരീതം എന്താണ്? വികർഷണമാണ്. അപ്പോൾ ആകർഷണത്തിൻ്റെ വിപരീതം എന്താണ്? വികർഷണമാണ്. സരസത്തിൻ്റെ വിപരീതം വിരസമാണ്. അപ്പോൾ സരസം, വിരസം. ജാഗരണം വിപരീതം എന്താണ്? സുഷുപ്തിയാണ്. അപ്പോൾ ജാഗരണത്തിൻ്റെ വിപരീതം എന്താണ്? സുഷുപ്തി. ശീതളം എന്താണ്? ഊഷ്മളമാണ്. അപ്പോൾ ശീതളത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഊഷ്മളമാണ്. മോദം എന്താണ്? അമോദമാണോ? അല്ല. മോദത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഖേദമാണ്. അപ്പോൾ ഖേദത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മോദം. രിപുവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബന്ധുവാണ്. അപ്പോൾ രിപുവിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ബന്ധുവാണ്. ശ്ലാഘിക്കുക എന്താണ് അതിൻ്റെ ഓപ്പോസിറ്റ്? നിന്ദിക്കുക എന്നാണ്. അപ്പോൾ ശ്ലാഘിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്ദിക്കുക. ക്ഷേമത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ഷാമമാണ്. അപ്പോൾ ക്ഷാമത്തിൻ്റെ ഓപ്പോസിറ്റ് ക്ഷേമം. അപ്പോൾ ക്ഷേമത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ക്ഷാമമാണ്. അധികം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ന്യൂനമാണ്. എല്ലാവർക്കും അറിയാം അധികമത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ന്യൂനമാണ്. പരുഷത്തിൻ്റെ വിപരീതം എന്താണ്? മൃദുവാണ് അല്ലെങ്കിൽ മൃദുലമാണ്. അപ്പോൾ പരുഷത്തിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീതം എന്താണ്? മൃദുലമാണ്. അപ്പോൾ പരുഷത്തിൻ്റെ വിപരീതം എന്താണ്? മൃദുലം. സുകൃതം എന്താണ്? ദുഷ്കൃതമാണ്. അപ്പോൾ സുകൃതത്തിൻ്റെ വിപരീതം എന്താണ്? ദുഷ്കൃതമാണ്. ആസ്തികൻ്റെ വിപരീതം എന്താണ്? നാസ്തികനാണ്. അപ്പോൾ ആസ്തികൻ്റെ വിപരീതം എന്താണ്? നാസ്തികനാണ്. അപ്പോൾ നാസ്തികൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ആസ്തികൻ്റെ വിപരീതം എന്താണ്? നാസ്തികനാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ഉപക്രമം എന്താണ്? ഉപസംഹാരം. ഋജു എന്താണ്? വക്രം. ആകർഷണം, വികർഷണം. സരസം, വിരസം. ജാഗരണം, സുഷുപ്തി. ശീതളം, ഊഷ്മളം. മോദം, ഖേദം. രിപു, ബന്ധു. ശ്ലാഘിക്കുക, നിന്ദിക്കുക. ക്ഷേമം, ക്ഷാമം. അധികം, ന്യൂനം. പരുഷം, മൃദുലം. സുകൃതം, ദുഷ്കൃതം. ആസ്തികൻ, നാസ്തികൻ. അപ്പോൾ ഒന്നുകൂടി വേഗത്തിൽ പറയാം. ഉപക്രമം, ഉപസംഹാരം. ഋജു, വക്രം. ആകർഷണം, വികർഷണം. സരസം, വിരസം. ജാഗരണം, സുഷുപ്തി. ശീതളം എന്താണ്? ഊഷ്മളം. മോദം, ഖേദം. രിപു, ബന്ധു. ശ്ലാഘിക്കുക, നിന്ദിക്കുക. ക്ഷേമം, ക്ഷാമം. അധികം, ന്യൂനം. പരുഷം, മൃദുലം. സുകൃതം, ദുഷ്കൃതം. ആസ്തികൻ, നാസ്തികൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വിപരീത പദങ്ങൾ എന്ന് പറയുന്ന സെക്ഷനിൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്.